Hey all, welcome back to Fashion Week Designs. ഒരു പുതിയ പാറ്റേൺ ആണ് ഇതിൽ നമ്മൾ കാണാൻ പോവുക. അതുണ്ടല്ലേ ടെസർ സിൽക്ക് ഫാബ്രിക് ആണ്. ആ ഒരു ഓൾ ഓവർ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത്. അതിന്റെ താഴെ ഭാഗത്താണ് ഇതിനൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേരൊക്കെ പറയുന്നുണ്ടല്ലേ. അതിന്റെ ഒരു വീവിങ് ആ പ്രിന്റഡ് വർക്ക് ഒക്കെ കണ്ടില്ലേ. അങ്ങനെ ഒരു വെറൈറ്റി സ്റ്റൈലാണ് വന്നേക്കുക. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ടയിലും ആ ഒരു കോൺട്രാസ്റ്റ് കോംബോ ആണ് കൂടുതലും ഹൈലൈറ്റഡ് ആക്കിയേക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് യൂഷ്വൽ പാറ്റേണിൽ നിന്നും. ഇതിൽ വന്നിട്ട് ബേസ് എല്ലാത്തിലും ഒരേ കളേഴ്സ് ആണ്. ആ കോൺട്രാസ്റ്റ് കോംബോയിലാണ് ചേഞ്ച്. സെക്കൻഡ് കളർ ഈ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നു. എല്ലാം നല്ല കോംബോ. അടുത്തതുണ്ടോ ഒരു ടെറാക്കോട്ട കളർ ഷെയ്ഡ്. അടുത്തത് വന്നിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഷെയ്ഡ്സ്. സോ ഫസ്റ്റ് വൺ ഇതാണ്. അതുണ്ടല്ലോ അതിൻ്റെ ബോഡി ഓൾ ഓവർ ഈ ഇതുണ്ട്. ഒരു നമ്മുടെ ടസർ വീവിങ് ഉണ്ട്. ആ ഒരു കളർ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും കാണാൻ പറ്റാത്തത്. ഓൾ ഓവർ ഒരു ടസർ വീവിങ് വിത്ത് ഒരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദാമൻ പോർഷൻ. ദാമൻ പോർഷനിൽ വരുമ്പം ഈ ഒരു ഫ്രഞ്ച് നോട്ട്സും കൊണ്ടുള്ള ഹാൻഡ് വർക്ക് വിത്ത് എംബ്രോയിഡറി, ചെറിയ സീക്വൻസിങ് ആൻഡ് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ളതുണ്ട്. ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്ന ടൈപ്പ് ഒരു പ്രിന്റഡ് പാറ്റേൺ ആണ് അതിൽ ചെയ്തേക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് വർക്കിൻ്റെ സ്പെഷ്യൽ പേരൊക്കെ ഉണ്ട്. എനിക്ക് കറക്റ്റ് ഇപ്പോൾ അത് അറിഞ്ഞുകൂടാ. ഇതാണ് അതിൻ്റെ ബാക്ക് പാനൽ വരുന്നത്. സെയിം ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്ക് വന്നിട്ട് അതിൽ ഹാൻഡ് വർക്കോ എംബ്രോയിഡറി ഒന്നുമില്ല. ആ സെയിം ബോർഡർ വർക്ക് ചെയ്തേക്കുന്നു. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ദുപ്പട്ടയിൽ വരുമ്പോൾ ആ കോൺട്രാസ്റ്റ് കോംബോ കൂടുതൽ ഹൈലൈറ്റഡ് ആക്കിയിട്ട് സെയിം ആ ഒരു ബോർഡർ വർക്ക് ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്ന ടൈപ്പ് ഒരു ആർട്ട് ഫോംസ് ഒക്കെ പോലത്തെ ഒരു വർക്കാണ് അതിൽ ചെയ്തേക്കുന്നത്. വിത്ത് ഫ്ലോറൽ പാറ്റേൺ അതൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. ആ ഒരു വർക്കാണ് ബോർഡർ ആയിട്ട് പോയേക്കുക. കോൺട്രാസ്റ്റ് ബോട്ടം. ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിലൊരു ടൈപ്പ് ഓഫ് ടെറാക്കോട്ട കോമ്പിനേഷൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ടെസർ സിൽക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെന്നും കുറച്ചും കൂടി ഇതുണ്ടല്ലോ കുറച്ചും കൂടി ഒരു ഫ്ലോയി മോഡലാണ്. അതായത് ഒത്തിരി സ്റ്റിഫ്നെസ് ഇല്ല. അത് കഴിഞ്ഞ ദിവസം കണ്ടത് ഓവർ സ്റ്റിഫ്നെസ് അല്ല, അത്രയും സ്റ്റിഫ്നെസ് ഇതിന് വരുന്നില്ല. കുറച്ചും കൂടെ ഫ്ലോയി സ്റ്റൈലിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി കംഫോർട്ട് ലെവൽ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ കിട്ടും. ടോപ്പ് ദുപ്പട്ട ഒരേ ഫാബ്രിക്കാണ്. 1290 പ്രൈസ്. ആണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത്. നമുക്ക് നല്ല വൈഡ് റൗണ്ട് നെക്കൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നല്ലൊരു ലുക്കായിരിക്കും. താഴെ ഭാഗത്താണ് ആ ഒരു ബോർഡർ കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയൊക്കെ കൂടുതലും അമ്മമാരൊക്കെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ടൈപ്പ് ഒരു സ്റ്റൈലാണ്. കണ്ടില്ലേ, ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ആണെങ്കിലും ഇത് അധികം ചൂടൊന്നും എടുക്കില്ല. ടെസർ ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഫാബ്രിക്കുകളൊക്കെ ആയതുകൊണ്ട് ആൻഡ് ആ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. പിന്നെ ലൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡ്സും. ഫസ്റ്റ് കോമ്പിനേഷൻ ഇതുപോലെയാണ് വരുന്നത്. ബേസ് എല്ലാത്തിലും സെയിം കളർ കോൺട്രാസ്റ്റ് കോംബോ ദാമൻ ദുപ്പട്ട ആൻഡ് ബോട്ടത്തിലാണ് ചെയ്തേക്കുന്നത്. ബോട്ടം സാൻഡൻ ഫാബ്രിക്, ദുപ്പട്ടയിൽ ഒരു ഇതല്ലേ വർക്ക് എന്ന് പറഞ്ഞൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള യൂഷ്വൽ ഫോംസ് ഓഫ് വർക്കുകൾ കണ്ടില്ലേ. എൻ്റെ ഈ വർക്ക് കണ്ടില്ലേ, അങ്ങനെ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. പിന്നെ അധികം ചൂടുന്നെടുക്കാതെ കൂടുതലും അമ്മമാർ ഇഷ്ടമാകുന്ന ടൈപ്പ് ഒരു പാറ്റേൺ ആണ്. വൈഡ് റൗണ്ട് ഒക്കെ നെക്കൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്കായിരിക്കും. 1290 പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക്